വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. മനുഷ്യ, മാനവാ, നീ നിന്റെ ശരീരത്തിലേക്ക് നോക്കണേ നോക്കണേ. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. എന്തേ മനുഷ്യ, നീ നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കാത്തത്? നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് നീ ഒന്ന് നോക്ക്. അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് വലുതാണ്. സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്ക്, നിന്റെ അവയവങ്ങളിലേക്ക്. എത്ര വലുതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഒന്നും നിസ്സാരമല്ല, ചെറുതല്ല. കണ്ണ് നിസ്സാരമായി കാണാൻ പാടില്ല. വലിയ ശ്രേഷ്ഠതയുള്ള അവയവമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് വീണ്ടും പറയുകയാണ്, വലിസാനം വശഫതൈൻ. മനോഹരമായ നാവിനെയും രണ്ട് ചുണ്ടുകളെയും നാം സമ്മാനിച്ചില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ. അല്ലാഹു ചുണ്ടുകളെ പറഞ്ഞു, നാവിനെയും അല്ലാഹു പറഞ്ഞു. ഇതിന് രണ്ടിനും ഇടയിലുള്ള പല്ലിനെ അല്ലാഹു പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? വളരെ ശ്രദ്ധിക്കണേ. അള്ളാഹു രണ്ട് ചുണ്ടുകളെ പറഞ്ഞു, നാവിനെയും പറഞ്ഞു. ഇതിന് രണ്ടിനും ഇടയിലുള്ള പല്ല് അള്ളാഹു പറഞ്ഞില്ല. നിങ്ങൾക്ക് നാം പല്ല് നൽകിയില്ലേ എന്ന് അള്ളാഹു ചോദിച്ചില്ല. എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കലല്ല ഈ ദുനിയാവിൽ പ്രധാനം. അത് വേണ്ടുന്നതാണ് ജീവൻ നിലനിർത്താൻ. പക്ഷെ അതിനേക്കാൾ ഉപകരിക്കുന്നത് ഈ ചുണ്ടനയ്ക്ക് ഈ നാവും ചലിപ്പിച്ചുകൊണ്ട് റബ്ബിന് ദിക്ർ ചൊല്ലലാണ് ഏറ്റവും അഭികാമ്യം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് അവയവങ്ങൾ എടുത്തു പറഞ്ഞു. വലിസാനൻ വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. എടുത്തു പറഞ്ഞത് ഈ രണ്ട് അവയവങ്ങളെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു ആ അവയവങ്ങളെ യഥാവിധി പടച്ച റബ്ബിൻ പറഞ്ഞത് പ്രകാരം അമൽ ചെയ്യാൻ ഈ രണ്ട് അവയവങ്ങൾ കൊണ്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറിയ കാര്യമല്ല ഈ രണ്ട് അവയവങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളെയും നമ്മൾ സൂക്ഷിക്കണം. ഈ കണ്ണുകൊണ്ട് എത്ര അശ്ലീലതയാണ് സഹോദര സഹോദരിമാർ ഇന്ന് കണ്ടു തീർക്കുന്നത്. നാം ഏവരും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരുപാട് ഹറാമുകൾ കണ്ടു തീർക്കുകയാണ്. നഊദുബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 24 മണിക്കൂറും സിനിമ, കിട്ടുന്ന സമയം മുഴുവനും സീരിയല്, കിട്ടുന്ന സമയം മുഴുവനും ടിക്ടോക്ക്. അതിൻ്റെ ആപ്പ് വരെ ഇറങ്ങിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെങ്ങനെ മുഴുകിയിരിക്കുക. ആവശ്യത്തിലധികം ടിക്ടോക്ക് തമിഴിലോ മലയാളത്തിലോ ഏത് വേണമെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒന്ന് കണ്ടു തീർക്കുന്നു, അടുത്ത കാണുന്നു. സഹോദരിമാരൊക്കെ അതിനടിറ്റ്. സ്വന്തം വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് അതിൽ പേഴ്സണലായിട്ട് ഇട്ടിട്ട് പിന്നെ അത് ജനമധ്യങ്ങളിൽ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പരസ്യമാക്കുന്നു. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. അപ്പൊ കണ്ണെന്ന് പറയുന്നത് നിസ്സാരമായ അവയവമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ കതബ ബിനു ആദമ നസീബഹു മിനസ്സിനാ മുദ്രികുല്ല മഹാലത. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ ഇന്നല്ലാഹ കതബ ബിനു ആദം. ആദം സന്തതികളാകുന്ന സർവർക്കും അല്ലാഹു നിയമമാക്കി. എന്താണ് നിയമമാക്കിയിരിക്കുന്നത്? നസീബഹു മിനസ്സിനാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവന് വ്യഭിചരിക്കുന്ന സാഹചര്യം കാണാതെ ഈ ലോകത്ത് നിന്ന് ഒരാളും വിട പറയുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സർവർക്കും നൽകും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ആദ്യം പറയുന്നത് വ്യഭിചാരം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഫല്ലൈനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നദറു. രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അന്നദറു.
രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമായ കാഴ്ചയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഈ പറഞ്ഞതായ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം, കണ്ണിന് വ്യഭിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ സ്ത്രീകളെ പുരുഷന്മാരെ കാണൽ വ്യഭിചാരമാണ്. അന്യ പുരുഷന്മാരെ സ്ത്രീകൾ കാണൽ വ്യഭിചാരമാണ്. ഹറാമായ രീതിയിലുള്ള നോട്ടം പാടില്ലാത്തതാണ്. കണ്ണിൻ്റെ വ്യഭിചാരമാണ്. കണ്ണിനെ സൂക്ഷിക്കണം. ഇന്ന് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രളയത്തിലൂടെയും പ്രയാസങ്ങൾ അല്ലാഹു പാഠം നൽകുകയാണ്. എന്തുകൊണ്ട്? ഞാൻ മനസ്സിലാക്കുന്നു, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തിന്മ, പല ആളുകളും പറയും ഉസ്താദേ ഇത് ധാരാളം ആളുകൾ പള്ളിയിൽ കയറുന്നുണ്ടല്ലോ, നമസ്കാരം പഴയതിനേക്കാൾ ചെറുപ്പക്കാർ ആവേശത്തോടു കൂടി കടന്നു വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാലും പള്ളിയുടെ അകത്തലങ്ങളിൽ പോലും ജുമുഅ നടക്കുന്ന സമയത്ത് പോലും രണ്ടാം നിലയിൽ ഇരുന്നുകൊണ്ട് എക്സെൻഡർ ഓൺ ചെയ്തുകൊണ്ടോ ബ്ലൂടൂത്ത് ഓൺ ചെയ്തുകൊണ്ടോ അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും സിനിമകളും അടക്കം മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിം അടക്കം സെൻഡ് ചെയ്തുകൊണ്ട് മടിയില്ലാതെ ഉളുപ്പില്ലാതെ പള്ളിയുടെ അകത്തലങ്ങിൽ നിന്നുകൊണ്ട് വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ടും അല്ലാതെയും ദുന്യവിയായ സംസാരങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അഥവാ പള്ളിയിൽ വരുന്നുണ്ട് എന്ന് മാത്രം, പള്ളിയിൽ വെച്ചുള്ള തെറ്റുകൾ ധാരാളം അധികരിച്ചു പോയി. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. നമസ്കരിക്കാൻ വരുന്നുണ്ട്, കൃത്യമായി 5 വക്ത് നമസ്കരിക്കാൻ സഹോദരൻ പള്ളിയിൽ വരുന്നുണ്ട്, ചെറുപ്പക്കാരൻ പള്ളിയിൽ തന്നെയുണ്ട്. പക്ഷെ ആ പള്ളിയുടെ അകത്തലത്തിരുന്നിട്ട് വലിയ ഒച്ചയിൽ അവൻ ഫോൺ വിളിക്കുകയാണ്. ആ പള്ളിയുടെ അകത്തലത്തിലിരുന്നിട്ട് കൂട്ടുകാരനോട് ആവശ്യപ്പെടുകയാണ്, മോശപ്പെട്ട സിനിമകൾ സെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെങ്ങനെ ശരിയാകും? പിന്നെന്ത് ദീനാൻ? അതിനേക്കാൾ നല്ലത് അവൻ വരാതിരിക്കലാണ്. പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് ഹറാമ് ചെയ്യാൻ, അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ കാണുകയാണ്. കൂട്ടുകാരനോട് പറഞ്ഞിട്ട് എക്സെൻഡർ മുതേനെ ഹറാമാക്കപ്പെട്ട സിനിമകൾ സെൻഡ് ചെയ്ത് വാങ്ങുകയാണ്. പള്ളിയുടെ അകത്തലത്തിലെത്തി നെറ്റ് ഓൺ ചെയ്തിട്ട് മോശപ്പെട്ട ഫിലിം അവിടെ ഇരുന്നു കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ. 1.5 മണിക്കൂർ ജുമാ കഴിയുമ്പോൾ അല്ല 1 മണിക്കൂർ ജുമാ കഴിയുമ്പോഴത്തേക്കും റാഹത്തായ നിലയിൽ സിനിമ 2-3 ഡൗൺലോഡ് ആവും. അതിനുവേണ്ടി അവൻ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അവൻ്റെ നമസ്കാരം ശരിയാകും? അവൻ്റെ നിയ്യത്ത് എങ്ങനെ ശരിയാകും? അവിടെ മനസ്സിലാക്കണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫലൈനാനി തസ്നിയാൻ, 2 കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, കണ്ണുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അന്നളറൂ, 2 കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ്, ഹറാമായ കാഴ്ചയാണ്. തീർന്നില്ല. വല്ലദാനി തസ്നിയാൻ, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വിശദീകരിക്കുകയാണ്, 2 കൈകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽബതുഷു, 2 കൈകളുടെ വിചാരം, 2 കൈകൾക്കുമുള്ള വിചാരം ഹറാമായ പിടുത്തമാണ്. ബസ്സിൽ കയറും അന്യ സ്ത്രീയുടെ ശരീരത്തിലേക്ക് കരുതമരമുയർത്താൻ നിന്റെ കൈകൾ വെമ്പുന്നുണ്ടോ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ സോദരാ, കൈയുടെ വിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ പാതിരാത്രി സമയത്ത് ടൈപ്പ് ചെയ്തുകൊണ്ട് WW അടിച്ചുകൊണ്ട് മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടു തീർക്കുന്നവരെ തന്റെ കാമുകനുമായി ഭാഷ നടത്താൻ വേണ്ടി എളുപ്പത്തിൽ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട്, വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് സമയങ്ങളെ കൊന്നു തീർക്കുന്നതായ സഹോദരി, കാമുകന്മാരെ പഠിച്ചു വെക്കണേ. വല്ലദാനി തസ്നിയാൻ, കൈകൾക്ക് വിചാരമുണ്ട് സാബ, കൈകൾ വിചരിക്കുന്നുണ്ട് സാബ. ഹറാമായ സ്ഥലത്തേക്ക് ഹറാമായ രീതിയിൽ നിന്റെ കൈകളെ കൊണ്ടുപോകുന്നുണ്ടോ? കൈയുടെ വിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വശഫതാനി തസ്നിയാൻ,
പറയാൻ 2 ചുണ്ടുകൾ വിചരിക്കുന്നുണ്ട് സാബ. അള്ളാഹു നിനക്ക് നൽകിയ മനോഹരമായ 2 ചുണ്ടുകൾ, ആ ചുണ്ടനക്കിക്കൊണ്ട് പടച്ച റബ്ബിനെ തസ്ബീഹ് ചൊല്ലേണ്ടതിന് പകരം നമസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് പറയാൻ, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ, അല്ലാഹു അക്ബർ മൊഴിയാൻ നിന്റെ നാവ് കൊണ്ട് സാധിക്കാതെ, നിന്റെ ചുണ്ട് കൊണ്ട് പറയാൻ പറ്റാതെ, ആ ചുണ്ട് കൊണ്ട് നീ മോശമായ നിലയിലേക്ക് പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സഹാബ, ആ 2 ചുണ്ടുകളെ ശ്രദ്ധിക്കണേ. ഫസിനാഹുമാ അൽഖുബലൂ, 2 ചുണ്ടുകളുടെ വ്യഭിചാരമെന്ന് പറയുന്നത് ചുംബനമാണ്, ചുംബനമാണ്. അന്യ ചെറുപ്പക്കാരുമായി ശൃംഗരിക്കുന്നതായ സഹോദരിമാരില്ലയോ, മടിയില്ലാതെ ഉളുപ്പില്ലാതെ പാർക്കിലും മാളുകളിലും ബീച്ച് റോഡുകളിലും നിരത്തുകളിൽ പോയിരുന്നുകൊണ്ട് വർത്തമാനം പറയുന്നവരെ, രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് തൂക്കിയിറങ്ങുന്ന എത്രയോ മുസ്ലിം അംഗമാര്, എത്രയോ സഹോദരിമാര് പോകുന്നത് തിയേറ്ററിലേക്കാണ്. പോകുന്ന വഴിയിൽ അവന്റെ ഡ്രസ്സ് മാറുകയാണ്, അവളുടെ ഡ്രസ്സ് മാറുകയാണ്. ബാഗിനുള്ളിൽ എടുത്തു വെച്ചിരിക്കുന്നതാകുന്ന മിടിയും തോപ്പും അവൾ ഇട്ട് ധരിക്കുകയാണ്. സ്കൂൾ യൂണിഫോം ബാഗിലേക്ക് വെക്കുകയാണ്. അന്യരാകുന്ന ചെറുപ്പക്കാരുമായി കറങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, മാളുകളിൽ കറങ്ങി നടക്കുന്ന സഹോദരി, ബീച്ച് റോഡുകളിൽ കറങ്ങി നടക്കുന്ന സഹോദരി, ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ടോ, ഏതെങ്കിലും പാർക്കിലിരുന്നിട്ടോ, ഏതെങ്കിലും മാളിലിരുന്നിട്ടോ അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരനുമായി നീ ചുംബനം നടത്തിയാൽ, നിനക്ക് ഇസ്ലാം അനുവദിക്കാത്തതായ, വിവാഹബന്ധത്തിലൂടെ അനുവദിക്കാത്തതായ ചെറുപ്പക്കാരുമായി നീ ഒരു ചുംബനം നടത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലാത്ത രംഗമാണ്, അതൊരു വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, ചെറിയ കാര്യമല്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുണ്ടുകൾക്ക് വ്യഭിചാരമുണ്ട്. ചുണ്ടിൻ്റെ വ്യഭിചാരം അന്യരെ ചുംബിക്കലാണ്. ഒരു അന്യ സ്ത്രീ, പ്രായമേറിയ സ്ത്രീയാൻ ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ച് ചുംബിച്ചാലും അത് ഹറാമ് തന്നെയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അവയവങ്ങളൊക്കെ അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു ചോദിച്ചത് വലിസാനം വശഫത്തെ, നാവും ചുണ്ടുമൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ എന്നുള്ള ചോദിക്കാൻ തന്നെ കാരണം ഈ അവയവം കൊണ്ടൊന്നും ഹറാമ് ചെയ്യാനല്ല, നന്മ ചെയ്യാൻ വേണ്ടിയാണ്. നിസ്സാരമാക്കാൻ ജനങ്ങൾക്ക് വളരെ നിസ്സാരമായി തള്ളുകയാണ്. ഒരു ചുംബനമൊക്കെ എന്താ ഉസ്താദ് ഇതിന് മാത്രം വിഷയമാക്കാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ ചുംബനമൊക്കെ ഉണ്ടാകും. കാമുകന്മാരുമായി കൂട്ടുകാരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറിയിട്ട്, അല്ലെങ്കിൽ വാലന്റൈൻസ് ദിനത്തിൽ ഒരു ചെറിയൊരു ചുംബനം ഉണ്ടാവും. അതിനെന്താ ഇതിന് മാത്രം പ്രശ്നം? പക്ഷെ ഇസ്ലാം നിഷ്കർഷിക്കുകയാണ്, ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്, പാടില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. വലിസാനൻ വശഫതൈൻ വല്ലിസാനു തസ്നിയാൻ ഫസിനാഹു അൽ കലാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാവിന് വ്യഭിചാരമുണ്ട് സാബ. നാവിൻ്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ്, സംസാരമാണ്. നാവിൻ്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ്. എത്രയോ ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട് പറയാൻ സാധിക്കൂല. വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ വീഡിയോ കോളുകളും ഓഡിയോ കോളുകളും IMO അടക്കമുള്ളതാകുന്ന മധ്യവർത്തിയിലൂടെ ഒക്കെ നടത്തുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. ഭർത്താവിനോടല്ല, ഭാര്യയോടല്ല, അന്യരായ ആളുകളോട് നടത്താനാണ് ഇവർക്ക് കൗതുകം. ഭാര്യ ഭർത്താവ് നടത്തുന്നതിൽ അതൊരു വിഷയമല്ല, ഇസ്ലാം അനുവദിച്ചതാണ്. ഇതിപ്പോൾ ഇന്നലത്തെ ന്യൂസിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വീട്ടിലുള്ളതാകുന്ന ആൻഡ്രോയിഡ് TV-യുടെ ഒരു കണക്ഷൻ ഓഫ് ചെയ്യാത്തതിൻ്റെ പേരിൽ, അതിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചതിൻ്റെ പേരിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി, ഭാര്യ വീട്ടിലാണ്, ഭർത്താവ് ഗൾഫുകാരനാണ്, പ്രവാസിയാണ്, സ്കൈപ്പിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താറുണ്ട്. നടത്തിയതിനു ശേഷം അതിൻ്റെ ക്യാമറ ഓഫ് ചെയ്തിട്ടില്ല. വീട്ടിലുള്ള TV ആൻഡ്രോയിഡ് TV-യാണ്. ഇപ്പം എല്ലാം ആൻഡ്രോയിഡ് TV വെർഷനാണ്. 4K ഫെസിലിറ്റിയാണ് പുതിയ TV-കൾ, ഭയങ്കര HD ക്വാളിറ്റിയാണ്. അപ്പോൾ ആ TV-യിൽ തന്നെ ക്യാമറ ഓണിലായിരുന്നു. പരസ്പരം ഇവർ സംസാരിച്ചതിന് ശേഷം ഓഫാക്കാൻ വിട്ടുപോയതാണ്. അതിൻ്റെ വിദഗ്ധർ പറയുന്നു TV ഓഫ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ബാറ്ററി കൂടി ഊരണം എന്നാണ് സൈബർ വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് ഊരാത്തതിൻ്റെ പേരിൽ അതിലുണ്ടായിരുന്നതായ ചിത്രങ്ങൾ ഹാക്ക് ചെയ്ത്, അഥവാ ഭർത്താവിൻ്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തിട്ട് ഈ പെണ്ണിൻ്റെ അഥവാ വീട്ടിലുള്ള സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുത്തു എന്നാണ്. ഫോൺ വിളിയിലൂടെ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ചില ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ
ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന തരത്തിൽ വീഡിയോ കോളുകൾ ചാറ്റിംഗ് ചെയ്യാറുണ്ട്. അതൊക്കെ ഇന്ന് വല്ലാതെ നടക്കുന്നൊരു സംഭവമാണ്. വളരെ ശ്രദ്ധിക്കണം. പുരുഷന്മാരാണെങ്കിലും കാമുകനാകട്ടെ, നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്ന ചെറുപ്പക്കാരനാകട്ടെ, ശരീരത്തിൻ്റെ നഗ്നതകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്ത്രീകൾ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ല. വിവാഹം കഴിച്ചവരായിരുന്നാൽ പോലും ശരീരത്തിൻ്റെ നഗ്നതകൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മധ്യവർത്തിയിലൂടെയോ തുറന്ന് കാണിക്കരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട വലിയ അപകടകരമായ ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. കേവലം നമ്മൾ ക്യാമറകളിലൂടെ അങ്ങ് കണ്ടു തീർന്നല്ലോ എന്ന ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കരുത്. വലിയ വലിയ വിപത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാലം അത്രമേൽ പുരോഗമിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വിപത്തുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അതൊക്കെ വലിയ വിപത്തായിരിക്കും. പിന്നീട് കുടുംബം തകർച്ചയുണ്ടാകും, ദാമ്പത്യ ജീവിതം തകർച്ചയുണ്ടാകും. ഒരു കാലഘട്ടത്തിൽ പോലും മാന്യമായ രീതിയിലുള്ള ഒരു ജീവിതം അവർക്കോ അവരുടെ കുടുംബത്തിനോ സാധ്യമല്ലാത്ത രീതിയിൽ വളരെയേറെ തകർന്ന മാനസികമായ രീതിയിലും ശാരീരികമായ രീതിയിലും തകരുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ളതാകുന്ന അവസ്ഥകളെ തൊട്ട് നമ്മൾ ഏവരും ശ്രദ്ധാലുക്കളാകണം. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകളുണ്ട് വിവാഹം കഴിക്കാൻ എന്ന രീതിയിൽ വ്യാജേന സഹോദരിമാരുടെ നമ്പർ കറക്റ്റ് ചെയ്തിട്ട് അങ്ങ് വിളിച്ച് കുറേ കഴിയുമ്പോൾ നിൻ്റെ മുഖം കണ്ട് മതിയായിടി, ഇനി ആ കൈയൊന്ന് കാണട്ടെ. കൈ കാണിച്ചു കഴിയുമ്പോൾ പിന്നെ മറ്റ് അവയവങ്ങൾ ചൂണ്ടിക്കാണിക്കുക, പ്രലോഭനങ്ങളിൽ വഴങ്ങാൻ. കാരണം അവൾ കരുതുന്നത് നാളെ ഇവൻ്റെ കൂടെ താമസിക്കാനുള്ളതല്ലേ, എൻ്റെ ഇക്കല്ലേ, എൻ്റെ ഇച്ഛല്ലേ, ഇദ്ദേഹത്തോടൊപ്പമല്ലേ ഞാനിനി താമസിക്കാനുള്ളത്. അദ്ദേഹം എല്ലാം കണ്ടതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന അർത്ഥത്തിൽ സ്വന്തം ശരീരത്തിൻ്റെ നഗ്നതകൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ തയ്യാറാവുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. വളരെയേറെ ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ സൂക്ഷ്മാലുക്കളാകണം. ഒന്നെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇത് മറ്റു തരത്തിൽ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന രൂപത്തിൽ അകപ്പെട്ടേക്കാം. ഈ രണ്ടവസ്ഥകൾ വന്നാലും വളരെയേറെ പ്രയാസമാണ്. ആത്മഹത്യയിലേക്ക് പോയ എത്ര സഹോദരിമാരുണ്ട്, സ്വന്തം ജീവനൊടുക്കി എത്ര ആളുകളുണ്ട്. ഈ ഭൗതിക ലോകത്ത് 60-70 വയസ്സുള്ള ഈ കാലഘട്ട ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് നാടിന് നന്മ പ്രവർത്തിച്ച് സ്വന്തം കുടുംബത്തിന് വലിയ താങ്ങായി തണലായി വർത്തിക്കേണ്ടവർ ഇത്തരത്തിലുള്ളതാകുന്ന അപകടത്തിലേക്ക് എറിയപ്പെടരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വളരെയേറെ സ്വന്തം ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നാവ് ശ്രദ്ധിക്കേണ്ടതാണ്. ഹറാമായ ഭാഷണം നടത്തുക, മധുരമൊഴിയിൽ സംസാരിക്കുന്നതായ കാമുകന്റെ ഭാഷണം കേട്ടുകൊണ്ട് സ്വന്തം ജീവിതം ഹനിക്കാൻ പാടില്ല. അവനുമായി നീ ഭാഷണം നടത്തൽ തന്നെ ഹറാമാണ്, വ്യഭിചാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വ്യഭിചാരമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഹറാമാണ്. ഹറാമായ ഭാഷണം ഫോണിൽ കൂടെ നടത്തുക. എത്ര ആളുകളുണ്ട് ഇന്ന്. നിങ്ങൾ യൂട്യൂബ് പരതി നോക്ക്, ഓഡിയോ കോളുകളിലെ ലിസ്റ്റ് എടുത്ത് നോക്ക്, മൊത്തവും ഹറാമായ രീതിയിലുള്ള ഭാഷണങ്ങളാണ്. മുസ്ലിം അംഗമാരുടെ ഉമ്മമാരുടെ നഊദുബില്ല 40 കഴിഞ്ഞ 60 കഴിഞ്ഞതായ സഹോദരിമാർ, പ്രായം ഒരുപാടായി, 19 വയസ്സായി, എന്നിരുന്നാൽ പോലും ചെറുപ്പക്കാരുമായിട്ട് ഇങ്ങനെ സൊള്ളുകയാണ്. അതിൽ നാട്ടിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, പ്രവാസികളായ സഹോദരങ്ങളുടെ ഭാര്യമാരുണ്ട്, പല രീതിയിലും വർത്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ സംരക്ഷണം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന, സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട്. പറയാതിരിക്കാൻ വയ്യ. അത്തരത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട്. എപ്പോഴും തെറ്റ് ചെയ്യുന്നവർ 10% 90% സാലിഹീങ്ങളും സാലിഹത്തുമായി ജീവിക്കുന്നവർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാരൊക്കെ എത്രയോ സാലിഹീങ്ങളാണ്. അവരുടെ ജീവിതം നയിച്ചുകൊണ്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പുതുതലമുറകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ ജീവിതശൈലി എന്താണ്, അവളുടെ ശരീരത്തിൻ്റെ ഭാഷ എന്താണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ശരീരം മെലിക്കാൻ വേണ്ടി അവൾ തയ്യാറാകുകയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, ഭയങ്കര ഡയറ്റിങ്. അപ്പോൾ വീട്ടിലുള്ളവർ പറയാണ്, നന്നായി, എൻ്റെ പൊന്നുമോളല്ലേ, എല്ലാ ദിവസവും നോമ്പാണ്. സംഭവം അവളുടെ ചിന്താഗതി അതൊന്നുമല്ല. ഭക്ഷണം കഴിക്കുന്ന ഈ ഡയറ്റിങ് വരുത്തുന്നതിലൂടെ അമിതമായ കൊഴുപ്പ് തന്നിൽ നിന്ന് കളഞ്ഞ് തൻ്റെ ശരീരം സ്ഫുടപ്പെടി ചെയ്തെടുത്ത് പടച്ചറബിന് തഖ്വ ചെയ്യുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അന്യരാകുന്ന പരപുരുഷന്മാർ തൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്ക് നോക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നോക്കാൻ വേണ്ടിയുള്ളതാകുന്ന പെടാപ്പാട് പെടുകയാണ് ഭക്ഷണം ക്രമീകരിക്കലിലൂടെ. എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, ഒരു കണക്ഷൻ എനിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന സഹോദരിമാർ. നഊദുബില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതാ കാലം അങ്ങനെയായിപ്പോയി. 8ലും 6ലും 9ലും 10ലും +1 ഒക്കെ പഠിക്കുന്നവർക്ക് കണക്ഷനുള്ള കാലഘട്ടം. നഊദുബില്ല, അള്ളാഹു കാക്കട്ടെ. ആരുമായി? അന്യരുമായി. അത് അന്യമതത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രശ്നമല്ല. തന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചാൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്ന യുഗം. ബസ്സിലതാകുന്ന
അതിലെ ജീവനക്കാർ തന്നെ നോക്കി ഒന്ന് ചിരിച്ചാൽ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, പ്രിയം കൊണ്ടാണ്, തന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചിരി പ്രതീക്ഷിച്ചുകൊണ്ട് പിറ്റേ ദിവസം അതേ ബസ്സിൽ അതേ ടൈമിൽ തന്നെ കയറാൻ വേണ്ടി വെമ്പുന്നതായ കാലഘട്ടം. ഒരു 350 ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് തൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ചിരിച്ചാൽ അവൻ്റെ പിറകിൽ കയറിയിരുന്നു കൊണ്ട് അവൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരുള്ള കാലഘട്ടം. ഇതല്ലേ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വലിയ വിഷയമാണിത്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന തെറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ണിനെ നമ്മൾ പരിപൂർണമായി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചേ പറ്റൂ. ഹറാമായ രീതിയിലുള്ള ഒരു സംസാരമോ ഒരു നോട്ടമോ നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് പാടില്ല. എന്തുകൊണ്ട്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ന മൻ വളയദഹു അലമറാ ലാ തഹില്ലു ലഹു ബിശഹ്വാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവന്റെ കരതമലമയർത്തിയോ കൈ പിടിച്ചിട്ടുണ്ടോ, അന്യ പെണ്ണിന്റെ ശരീരത്തിൽ നീ സ്പർശിച്ചോ, ജാഅ യൗമൽ ഖിയാമ വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരുന്നത് വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അവന്റെ രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട നിലയിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ബസ്സിൽ വെച്ചാകട്ടെ, ട്രെയിനിൽ വെച്ചാകട്ടെ, ബൈക്കിൽ വെച്ചാകട്ടെ, ഏത് സമയത്ത് വെച്ചായിരുന്നാലും അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീ സ്പർശിച്ചിട്ടുണ്ടോ? വ്യഭിചാരത്തിൽ ലക്ഷ്യത്തോടുകൂടി വികാര വിചാരത്തോട് നീ സ്പർശിച്ചാൽ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മഹ്ശറിലേക്ക് നീ വരുന്നതായ കോലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. രണ്ട് കൈകളെ പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട നിലയിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഇൻ സനാ ബിഹാ ഫഇൻ ഖബ്ബലഹാ ഖുരിളത്തു ശഫതാഹു ബിമഖറലിൻ നാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബാ, ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ നീ ഒന്ന് ചുംബിച്ചു കഴിഞ്ഞാൽ, പാർക്കിലാകട്ടെ, മാളിലാകട്ടെ, ബീച്ച് റോഡുകളിലാകട്ടെ, ഏത് സ്ഥലത്ത് വെച്ചായിരുന്നാലും അന്യ പെണ്ണിനെ നീ ചുംബിച്ചു കഴിഞ്ഞാൽ, അവന്റെ ചുംബനം ഏൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഖുരിളത്തു ശഫതാഹു ബിമഖറലിൻ നാർ. പഠിച്ചു വെക്കണേ. ഇതൊരു നിസ്സാരമായ തമാശയ്ക്ക് വേണ്ടി ഞങ്ങൾ ടിക്ടോക്ക് കളിച്ചപ്പോൾ ചെയ്തതാണ് എന്ന് പടച്ച റബ്ബിന്റെ ദർബാറിൽ പറയരുതേ. ഒരു എക്സ്ക്യൂസും കേൾക്കുകയില്ല. ഖുരിളത്തു ശഫതാഹു ബിമഖറലിൻ നാർ. നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കപ്പെട്ട കത്രി കൊണ്ട് രണ്ട് ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ച് മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ അന്യ സ്ത്രീയുമായി ചുംബനം നടത്തി രസിച്ചവനല്ലേ, അവന്റെ ചുംബനമേൽക്കാൻ നിന്നുകൊടുത്ത സഹോദരി, നിനക്കും അദാബാണ് അദാബാ. ഖുരിളത്തു ശഫതാഹു ബിമഖറലിൻ നാർ. രണ്ടുപേരുടെയും രണ്ട് ചുണ്ടുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടുള്ള കത്രി കൊണ്ട് മുറിച്ചു മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫൈൻ സനാ
ബിഹാ, അന്യ പെണ്ണുമായി നീ ശാരീരിക ബന്ധത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ മാർഗത്തിലൂടെയല്ലാതെ ഹറാമായ രീതിയിൽ നീ ബന്ധപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ തശ്ഹദു അളമു ഫഖദിഹിൽ യുസ്റാ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നിന്റെ ഇടതുകാലിന്റെ തുടയിൽ അല്ലാഹുവിന്റെ ഹളറത്തിൽ നിനക്കെതിരായി സാക്ഷ്യം നിൽക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല. അള്ളാഹുവിൻ്റെ ഹളറത്തിൽ നിന്റെ ഇടതുകാലിൻ്റെ തുടയല് നിനക്ക് സാക്ഷ്യം നിൽക്കും. നീ വിചരിച്ചിട്ടുണ്ട് എങ്കിൽ അത് പുരുഷനോടായിരുന്നാലും സ്ത്രീകളോടായിരുന്നാലും വ്യഭിചരിച്ചിട്ടുണ്ടോ, നാളെ നിന്റെ ഇടതുകാലിന്റെ തുടയല് പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് പറയും, അല്ലാ ഇവന്റെ ശരീരത്തിലെ തുടയല്ലാണ് ഞാൻ, ഇവൻ ഇന്ന സ്ത്രീയുമായി ഇന്ന സമയത്ത് ഇന്നടത്ത് വെച്ചുകൊണ്ട് വിചരിച്ചിട്ടുണ്ട്, ഇന്ന പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നിന്റെ തുടയല് വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വിചരിക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ശിക്ഷയല്ല പറഞ്ഞത്. പിന്നെന്താ? കാല് പടച്ച റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ ഇടത് കാലിലെ തുടയലുണ്ട്, അത് റബ്ബിൻ്റെ മുന്നിൽ സാക്ഷി നിൽക്കും നമുക്കെതിരായി. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ചെറിയ കാര്യമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞില്ലയോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ മനുഷ്യമാനവ, ഈ ദുന്യാവിൽ നീ ചെയ്തതാകുന്ന സകല തിന്മകളെ വിളിച്ചു പറയാൻ നിന്റെ ഇടതുകാലിന്റെ തുടയല്ല റെഡിയാണ്. അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം അതാ ലോകാവസാനത്തിന്റെ സുദിനം മഹ്ശറയുടെ തിരുനാളത്തിലേക്ക് ജനകോടികൾ കടന്നു വരുമ്പോ അന്നിതാ ജനങ്ങളുടെ വായകളെ അല്ലാഹു സീൽ വെക്കുകയാണ്. ഈ ദുന്യാവിൽ കള്ളസത്യം ചെയ്തവനായിരുന്നു, ഈ ദുന്യാവിൽ ഉസ്താദുമാരോട് വരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് വരെ പഠിപ്പിക്കുന്ന ടീച്ചറോട് വരെ സ്കൂളിലും മദ്രസ കലാലയങ്ങളിലും നീ എന്തുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ പനിയാണ് ഛർദിയാണ് എന്ന കളവ് പറഞ്ഞുകൊണ്ട് നിലകൊണ്ടവരാണ്. അതിനുവേണ്ടി സാക്ഷികളെ വാരോടും നിർത്തിയവരാണ്. കേസുകൾ കുടുങ്ങുമ്പോ ജഡ്ജിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ആരെ വേണമെങ്കിലും കള്ളസത്യമിടാൻ, ആരെ വേണമെങ്കിലും കൊണ്ടുവരാൻ നിനക്ക് റെഡിയാണ്. പക്ഷെ ഇതാ മഹ്ശറയിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഒരു കൂട്ടുകാരെ പോലും നിനക്ക് തുണയില്ലാത്ത സ്ഥലമാണ്. ഒരാൾ പോലും നിനക്ക് രക്ഷ വരാത്തതായ, നിനക്ക് രക്ഷയ്ക്ക് കൂട്ടുവരാത്തതായ സ്ഥലമാണല്ലോ മഹ്ശറ. വല്ലാത്ത ഭീതിതമായ രംഗമാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണ വരാത്ത സ്ഥലമാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഭീതിതമായ അന്തരീക്ഷമാണ്. രക്ഷപ്പെടാനുള്ളതായ മാർഗമില്ല. അന്ന് നിന്റെ വായകൾ അല്ലാഹു സീൽ ചെയ്യുകയാണ്. അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം, മനുഷ്യമാനവ നിന്റെ നാവുകളെ നാം അന്ന് സീൽ ചെയ്യുകയാണ്. വതുകല്ലിമുനാ ഐദീഹിം, കരങ്ങളാണ് സംസാരിക്കുന്നത്. ഈ ദുന്യാവിൽ നന്മകൾ ചെയ്തവരാണോ, സുബഹി നമസ്കരിച്ചവരാണോ, ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ വന്നവരാണോ, സ്ത്രീകൾ ആദ്യ വക്കത്തിൽ തന്നെ ശുദ്ധിയുള്ള സമയത്ത് നമസ്കാരം നിലനിർത്തിയവരാണോ, നോമ്പുകൾ പിടിച്ചവരാണോ, സകാത്തുകൾ കൊടുത്തവരാണോ, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവരാണോ, പാവങ്ങളുടെ കണ്ണീരപ്പിയവരാണോ, നിരാലംബരക്ക് അവലംബമായവരാണോ, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിച്ചവരാണോ? പേടിക്കേണ്ട, നിന്റെ കയ്യിതാ
ഇതാ പടച്ചറപ്പിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കുകയാണ്. നിന്റെ വലത് കൈ റബ്ബിനോട് വിളിച്ചു പറയും നീ ചെയ്ത സകല നന്മകളും. നിന്റെ വലത് കാലിന്റെ തുടയല് അള്ളാഹുവിനോട് സാക്ഷ്യം നിൽക്കുകയാണ്. വലത് കൈ പറഞ്ഞത് ശരിയാണ് അല്ലാ, ഇവൻ നമസ്കരിച്ചിട്ടുണ്ട് റബ്ബേ, ഇവൻ നോമ്പ് പിടിച്ചവനാണ് അല്ലാ, ഇവൻ സക്കാത്ത് കൊടുത്തവനാണ് റബ്ബേ, ഇവൻ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണ്, നിരാലംബർക്ക് അവലംബമായവനാണ്, ഇവൻ നിരാശരർക്ക് ആശ്രയത്വം വഹിച്ചവനാണ് എന്ന് വലത് കൈ വിളിച്ചു പറയുമ്പോ വലത് കാലിന്റെ തുടയല്ല സാക്ഷ്യം നിൽക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇടത് കൈ നീ ചെയ്തതാകുന്ന സകല തിന്മകളും വിളിച്ചു പറയുകയാണ്. നീ കള്ളു കുടിച്ചത്, നീ വ്യഭിചരിച്ചത്, നീ സിനിമ കണ്ടത്, നീ സീരിയൽ അടിമപ്പെട്ടത്, നീ ടിക്ടോക്ക് കളിച്ചത്, നീ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തത്, നീ മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് പാതിരാത്രി സമയത്ത് അശ്ലീലമാക്കപ്പെട്ട കടങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണുകളെ മലീമസപ്പെടുത്തിയത്, കാമുകന്റെ ഭാഷണം കേട്ടുകൊണ്ട് നിന്റെ കാതുകളെ മലീമസപ്പെടുത്തിയത്, നീ സിനിമാ ടാക്കീസിലേക്ക് വാഹനത്തിൽ സഞ്ചരിച്ചത്, നടന്നുകൊണ്ട് പോയത്, നിന്റെ കരം കൊണ്ട് അന്യ പെണ്ണിൻ്റെതാകുന്ന ശരീരഭാഷയിൽ തൊട്ടത്, എല്ലാം നിന്റെ ഇടത് കൈ റബ്ബിന്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോ നിന്റെ ഇടത് കാലിന് തുടയല്ല അതിന് സാക്ഷ്യം നിൽക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പറഞ്ഞത്, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യ മാനവാ, നീ ചെയ്തതാകുന്ന സകല തിന്മകളും അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ കാല് സാക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ്. എല്ലാം പറയും. അതല്ലേ ഖുർആൻ പറയുന്നത്, വഖാലൂ ലിജുലൂദിഹിം. സുബ്ഹാനല്ലാഹ്, ഇത്ര കാര്യം പറയണം. പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ആയത്തും ഹദീസും അല്ലേ, അല്ലാതൊന്നും ഇല്ലല്ലോ. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. മഹ്ശറയിൽ വെച്ചുകൊണ്ട് സ്വന്തം ശരീരം തന്നെ മനുഷ്യനെതിരായി അള്ളാഹുവിന്റെ ദർബാറിൽ മനുഷ്യനെതിരായി കൊണ്ട് അവന്റെ ശരീരങ്ങൾ സംസാരിക്കുകയാണ്, കൈകാലുകൾ അവനെതിരെ സംസാരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ ആ അവയവങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, എന്താണ് നീ കാണിച്ചത്? നീ എന്നിൽ പെട്ടതല്ലയോ? എന്റെ കൈയല്ലേ, എന്റെ കാലല്ലേ? നീ എന്താണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? എനിക്കെതിരായിട്ട് നീ സാക്ഷ്യം നിൽക്കുകയാണോ? ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്താണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം നിന്നത്? എനിക്കെതിരെ നിങ്ങൾ സാക്ഷ്യം നിൽക്കുകയാണോ? ശരിയല്ലേ? ഇത്രേ നാൾ ഈ തെറ്റ് ചെയ്യാൻ കയ്യും കാലും ഉണ്ടായിരുന്നു. അന്യ പെണ്ണിനെ പിടിക്കാൻ ബസ്സിലിരിക്കുമ്പോൾ പറയും സീറ്റിൽ കൂടെ തോണ്ടാൻ ഈ കൈയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ കൈ തന്നെ പടച്ചറപ്പിന് ദർബാറിൽ എത്തുമ്പോൾ പറയുക, പടച്ചവനെ ദേ ഓം കയറി പിടിച്ചതാട്ടാ. ഇവൻ ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ബസ്സിന് പോകുന്ന സമയത്ത് അവൻ ചെറിയൊരു പിടുത്തം ഉണ്ടാക്കിയിരുന്നു എന്നിങ്ങനെ പറയുക. ആര് പറയുക? കൈ വിളിച്ച് പറയുക. അപ്പോൾ നമ്മൾ കൈയോട് ചോദിക്കുന്നു അവിടെ വെച്ച്, ലിമ ശഹിദ്തും അലൈനാ. ഖുർആനാണ്. ഇവിടെ നിങ്ങളെന്താ ഇത് നമുക്കെതിരെ സാക്ഷി? നമ്മളൊന്നല്ലേ? വേറെ ആരെങ്കിലാണ് പറയുന്നതെങ്കിൽ ഓക്കെ. ആ ബസ്സിലുണ്ടായിരുന്ന അന്നത്തെ ആരെങ്കിലും ഉണ്ട്, അവർ പറയാൻ ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ലിമ ശഹിദ്തും അലൈനാ, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങളെന്താണ് നമ്മൾക്കെതിരെ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. അവയവങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹു ഞങ്ങളോട് സംസാര വൈഭവം നൽകി പറയാൻ പറഞ്ഞു. പറയാതെ വയ്യ, പറയാതെ വയ്യ. അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. ഞങ്ങൾക്ക് സംസാര വൈഭവം നൽകി അള്ളാഹു തന്നെ ഞങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു പോയി. ഞങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യും കാലും പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ പോകാൻ നമ്മളോർക്കും ഈ കൈ പറയാനോ? എൻ്റെ കൈ കൊണ്ടല്ലേ നമ്മൾ ഈ കണ്ടത് അത് മുഴുവൻ ഞെക്കി പിടിച്ചത്. ഉള്ള ബ്ലൂ ഫിലിമെല്ലാം കാണാം, ഈ കൈ തള്ളവരെല്ലാം ഉണ്ട്. ഇവനെങ്ങനെ സാക്ഷ്യം പറയും? ഇവൻ തന്നെ പറയും. വിശുദ്ധ ഖുർആൻ. അള്ളാഹു ആക്കട്ടെ. ഖുർആനാണ്. യാസീനാണ് ആദ്യം പറഞ്ഞത്, അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായ്ക്ക് സീല് വെക്കും, തുകല്ലിമുന ഐദീഹിം, കൈകൾ സംസാരിക്കും, വതശ്ഹദു അർജുലുഹും, കാല് സാക്ഷ്യം നിൽക്കും. വേറൊരായത്ത് അടുത്തായെത്താൻ വഖാലു ലി ജുലൂദിഹിം, സ്വന്തം ശരീരത്തോട് തന്നെ മനുഷ്യൻ ചോദിക്കും, നരകവാസികൾ,
അവിടെ കടന്നുകൊണ്ട് ചോദിക്കും ലിമ ഷഹിത്തും അലീന, നീ എന്നാലും നമുക്കിട്ട് പണിയൊന്നല്ലോ, നീ നമ്മളിൽപ്പെട്ടവനല്ലേ, എന്തേ നമ്മൾക്കെതിരായിട്ട് നീ സാക്ഷി എന്നൊന്ന് ചോദിക്കുമ്പോൾ കാലു അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ, റബ്ബ് നൽകിയത് ആ സംസാര വിഭവം, സംസാരിക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ എന്നറിയില്ല, ഈ ദുനിയാവിൽ നമുക്ക് സംസാര വൈഭവം നാവിന് നൽകിയതാരാൻ? അള്ളയാണ്. നമ്മുടെ ഇതേ നാവ് ഇട്ടിങ്ങനെ അടിക്കുമ്പോഴാണ് ഒരു സംസാരം പുറപ്പെടുന്നത്. അതേപോലെ ഈ കൈയിട്ടിങ്ങനെ അടിച്ചിട്ട് വല്ല വെച്ചുണ്ടോ? ഇപ്പോൾ വല്ലതും ഉണ്ടോ? ഈ കൈക്ക് വല്ല സംസാരം വരുന്നുണ്ടോ? ഒരു സംസാരവും ഇല്ല. എന്താ വരാത്തത്? റബ്ബിതിൻ്റെ സംസാര വിഭവം കൊടുത്തിട്ടില്ല. എന്നാൽ ഇതേ കൈ നാളെ ഇങ്ങനെ ഇട്ട് അടിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒച്ച വരികയാണ്. ഇന്ന് ഈ സംസാരിക്കുന്ന സംസാര വിഭവം നാവിനില്ല, അത് അള്ളാഹു എടുത്ത് കളഞ്ഞിട്ട് നേരെ കൈക്ക് കൊടുക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞത്. മനസ്സിലായിക്കോ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ഉൾക്കാഴ്ച വെച്ച് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് നാഫിയായാലും നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട അവയവങ്ങളാണ്. വളരെ ശ്രദ്ധിക്കണം. വലിസാന, നാവിനെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഈ രണ്ട് അവയവങ്ങൾ ഭാഗ്യമുള്ളതാണ്. ഞാനതാ തുടക്കം പറഞ്ഞത്, ഭാഗ്യമുള്ള രണ്ട് അവയവങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന് നാവ്, മറ്റൊന്ന് കണ്ണ്. രണ്ടവയവങ്ങൾ, നാവും കണ്ണും. എന്തുകൊണ്ടാണ് ഭാഗ്യം വരാൻ കാരണം? ഈ രണ്ട് അവയവങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുക മാത്രമല്ല, ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത, വേറൊന്നുമല്ല. കണ്ണും അതുപോലൊപ്പം തന്നെ നമ്മുടെ നാവും രണ്ടും ഭാഗ്യമുള്ളതാണ്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആരക്കാം. എങ്ങനെ ഉസ്താദേ ഭാഗ്യം വന്നത്? ഈ രണ്ടവയവങ്ങളും, അത് ഉൾപ്പെടുന്ന എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കണ്ണ് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം. ഇതൊക്കെ ഹറാമ് കേൾക്കൽ കാതിൻ്റെ വിചാരമാണ്. ഒന്ന് കണ്ണും അതുപോലെ തന്നെ അവൻ്റെ നാവും ഭാഗ്യം ചെയ്തതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നത്. കണ്ണ് അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് പടച്ച റബ്ബിനെ കാണാനുള്ള തൗഫീക്ക് കണ്ണിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, മാ അവ്വലുമായ ഉക്കുലു അഹ്ലുൽ ജന്ന യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, സ്വർഗാവകാശികളിൽ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? സ്വർഗത്തിൽ കടന്നാൽ ആദ്യം കഴിക്കുന്നത് ഏതാണ്? അത് നിങ്ങളുടെ ഭക്ഷണമാണ്. ഏത് ഭക്ഷണം? കബദുൽ ഹൂത്തി, മത്സ്യത്തിൻ്റെ കരളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിനൊരു സന്തോഷം വന്നില്ലേ? ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോഴും നല്ല മീനാണ് കഴിച്ചത്. കാരണം ഇവിടെ മീനെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരും തൊടാതെ വരുന്നതാണ്. നേരെ കടലിൽ നിന്ന് കൂടെ പിടിച്ച ഹലാലായ സമ്പാദ്യ. അതുപോലൊരു ഹലാലായ സമ്പാദ്യം ഇല്ല. അതുകൊണ്ടാണ് എല്ലാ മഹത്തുക്കളും ഔലിയാക്കന്മാരും സയ്യിദന്മാരും സ്വഹാബത്തും ഒക്കെ നിങ്ങൾ എടുത്തു നോക്കൂ, ഒക്കെ കടലുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഞാൻ വെറുതെ പറയില്ല, ഒക്കെ കടൽ തീരത്തായിരിക്കുന്നുണ്ട്. ഖദർ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന മഹാനാണ്. എവിടെയുള്ളത്? എപ്പോഴും കടലിൻ്റെ തീരത്ത്. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടിയത് അവിടെ അല്ലേ? കടലിൻ്റെ തീരത്ത്. അവിടെ നോക്കൂ, മാലിക് ബിൻ ദീനാർ എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? കടലിനടുത്താണ്. തളങ്കരയിലുള്ള മഹാനവറുകൾ എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? അവിടെയാണ്. കോഴിക്കോട് നമ്മൾ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ അടങ്ങിയിരിക്കുന്നത് കടപ്പുറത്താണ്. നല്ല കടലിൻ്റെ ഓളങ്ങനെ അടിച്ചാൽ അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. റിഫാ റളിയല്ലാഹുവിനടക്കമുള്ള ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാർ അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മുഴുവനും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മഹത്തുക്കളും ഒക്കെ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? കടലിൻ്റെ ഓരത്താണ്. അവരൊക്കെ സഹവസിച്ചിട്ടുള്ളതും. എന്തുകൊണ്ട്? നന്മ നിറഞ്ഞ ആളുകളാണ് കടലിൻ്റെ അഹ്ലുകാർ. അവരെ പെട്ടെന്ന് വഞ്ചിക്കപ്പെടാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവർ പാവങ്ങളാണ്. എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. അങ്ങനത്തെ പാവങ്ങളാണ്. അവർക്കൊരു സത്യം പറഞ്ഞു കൊടുത്ത് നന്മയിലേക്ക് കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ, അവരോളം നല്ലത് മറ്റാരുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നന്മ ചെയ്ത് കൂടിയ ഒരാളാണെങ്കിൽ അവൻ ഭയങ്കര സാലിഹാൻ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, പള്ളിയുമായി ബന്ധപ്പെട്ട് നമസ്കാരം ചിട്ട വെക്കുന്ന പ്രായം ചെന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ ഒരു പഴയ കാലഘട്ടത്തിൽ മീൻ പിടിച്ച് ജീവിച്ചവരാവും. അവർക്കൊന്നും വലിയ ഇൽമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കിട്ടിയ ഇൽമ വെച്ചിട്ടുള്ള അമലുണ്ടല്ലോ, അത് വലിയൊരു ആലിമിന് മാറി നിൽക്കും. അത്രമാത്രം കൃത്യത വെക്കുന്ന വലിയ അമലായിരിക്കും അവർ. കാരണം എന്തുകൊണ്ട്? അവർക്ക് ഭയങ്കര തഖ്വയാണ്, റബ്ബിനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവരെ വഞ്ചിപ്പിക്കപ്പെടാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. കാരണം പാവങ്ങളാണ്, എന്തും വിശ്വസിക്കും. അങ്ങനത്തെ പാവങ്ങളാണ്. സ്നേഹിച്ചാൽ എന്തും കൊടുക്കും. അങ്ങനത്തെ ആളുകളാണ്. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. ഇന്ന് ഭക്ഷണം ഉണ്ടായിരുന്നത് ഒമാനിയ നമ്മുടെ സാഹിബിൻ്റെ, നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ് സാഹിബിൻ്റെ വീട്ടിൽ. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. വിഭവസമൃദ്ധമായ ആഹാരം
ഞാൻ പക്ഷേ മീൻ തിരഞ്ഞെടുത്ത്, കാരണം ഇവിടെ വന്നാൽ ഇത്രയും നല്ല മീൻ വേറോടെ കിട്ടുക, അതുകൊണ്ട് റാഹത്തായ നിലയിൽ അത് കഴിച്ചു. അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ മഴയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കടലിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കുന്ന ഹലാലായ ഒരു സമ്പാദ്യമാണിത്. നിങ്ങൾ നന്നായാൽ നിങ്ങളോളം വേറൊരാൾ നന്നാവാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? യാ അയ്യുഹർ റുസുലു കുലൂ മിനൽ ത്വയ്യിബാതി വഅമലൂ സാലിഹ. ഖുർആൻ പറയാൻ, നിങ്ങൾ ഭക്ഷണം ഹലാല് കഴിക്കണേ എന്നിട്ട് അമൽ ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞത്? ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം. ഏറ്റവും ഹലാലായ സമ്പാദ്യം ഇത് കടലിലോട്ട് പോയി മീൻ പിടിക്കുക, അതിനേക്കാൾ ഹലാലായെന്നില്ല, നേരെ ലൈവാണ്, സുഖം പരിപാടി. ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണം. ആരോടും ഒന്നും പറയാനും പിടിക്കാനൊന്നുമില്ല. കടലിൻ്റെ അറ്റത്ത് പോയി നിന്നാണ് റാഹത്തട്ട് മീൻ പിടിക്കുന്നു, കൊണ്ടുവരുന്നു, കറി വെക്കുന്നു, കഴിക്കുന്നു, ഹലാലായ ഭക്ഷണം കഴിക്കുന്നു. ഇനി അമൽ ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നന്നാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നാവാൻ കഴിയുന്നവരാണ് കടലിൻ്റെ മക്കൾ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഏവർക്കും ഖൈറായ അമലിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തെ പറ്റി വർണ്ണിക്കുകയാണ്. കേട്ടിരിക്കുന്ന സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ നബിയേ, മാ അവ്വലു മാ യഅകുലു അഹ്ലുൽ ജന്ന. സ്വർഗാവകാശികൾ സ്വർഗത്തിലെത്തിയാൽ ആദ്യം വിളമ്പുന്ന ഭക്ഷണമേതാണ്? എല്ലാവരും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരു അടിപൊളി ഒരു വിരുന്നുണ്ട്. അതിൽ ആദ്യം കൊടുക്കുന്ന ഭക്ഷണമാണ്. നബി തങ്ങൾ എന്ത് പറഞ്ഞു? കബ്ദുൽ ഹൂത്ത്, വലിയൊരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ പറയും, ഉസ്താദേ ഇവിടെ മീൻ തിന്ന് മടുത്തിരിക്കുക, ഇനി അവിടെ ചെന്നാൽ ഇത് തന്നെയാണോ? പിന്നെ സ്വർഗത്തിലോട്ട് പോകണ്ട, എവിടെയെങ്ങാനും നിന്നാൽ മതി എന്ന് കരുതും. അത് നമ്മൾ കഴിച്ച മീനല്ല. നീ ഇന്നുവരെ കഴിച്ചിട്ടുള്ള ഐക്കോറയോ നെയ്മീനൊന്നും ആയിരിക്കുമല്ലോ അവിടെ കിട്ടുന്നത്. ഇന്ന് നീ അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. മല ഐനുൻ റഅതു വലാ ഉദുനുൻ സമിഅത്. നിന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ കാണാത്ത, നിന്റെ ഹൃദയം കൊണ്ട് ഇന്ന് വരെ ചിന്തിക്കാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത തരത്തിലുള്ള അനുഭൂതികളും ആസ്വാദനങ്ങളുമാണ് സ്വർഗത്തിലുള്ളതെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത വലിയൊരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരും. അതാണ് സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ്. അള്ളാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയിൻ, ഉറക്കെ പറയിൻ, ആമീൻ. അതോടെ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കാൻ, അഫിൽ ജന്നതി അൽ അക്ലു വശുർബ് യാ റസൂലല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ടോ? സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ടോ? അവർക്ക് അറിയാനുള്ളൊരു ത്വര സ്വർഗ്ഗത്തെ പറ്റി പറയാണല്ലോ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അസിയദ മിന ദുനിയ, ഈ ദുനിയാവിനേക്കാൾ അധികം ഫുഡ് അവിടെയുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവിലെ ഫുഡ് പറയണ്ടല്ലോ, രാവിലെ മുതൽ തുടങ്ങി വൈകിട്ട് കുഴിമന്തി കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില ഭക്ഷണ ക്രമീകരണങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ഫുഡെന്ന് പറയുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ഫുഡ് ഇവിടെ ദുനിയാവിലുണ്ട്. ദുനിയാവിലെ ഫുഡ് പറയേണ്ട ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭക്ഷണത്തെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഭക്ഷണമാണ് നാളെ സ്വർഗത്തിലുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയബൂലൂന വയതവതൂൻ, സ്വർഗാവകാശികൾ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലയോ? ഇത് കഴിച്ചാൽ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യേണ്ടതില്ലേ? നബി തങ്ങൾ പറഞ്ഞില്ല, കാഷ്ടിക്കുകയും വേണ്ട, മൂത്രിക്കുകയും വേണ്ട, അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത്, മിച്ചമുള്ളതായി പുറപ്പെടുന്നത് വിയർപ്പാണ്. വിയർപ്പാണ്. ശരീരത്തിലെ വിയർപ്പില്ല ഗ്രന്ഥികളിലൂടെ നല്ലതുപോലെ വിയർപ്പ് പുറപ്പെടുമേ. അങ്ങനെയാണ് ബഖിയത്ത് അവശേഷിക്കുന്നത് പുറത്തേക്ക് വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫകാന അറഖഹുമൽ മിസ്കു, വിയർപ്പിന്റെ ഗ്രന്ഥികളിൽ നിന്ന് കടന്നു വരുന്നതായ വിയർപ്പിന്റെ മണം കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗാവകാശികളുടെയാണ് ഈ പറഞ്ഞത്. സ്വർഗത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ശരീരം ഇങ്ങനെ വിയർക്കും. എന്തുകൊണ്ട്?
മലമൂത്ര വിസർജനമൊന്നുമില്ല. അപ്പോൾ ഈ കഴിച്ചതിന് എന്തെങ്കിലും മിച്ചം പുറത്തോട്ട് പോകണ്ടേ? പുറത്തോട്ട് കളയലാണല്ലോ ഈ കാഷ്ടവും മൂത്രവും ഒക്കെ. അതില്ല. സ്വർഗത്തിൽ ആ പരിപാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിക്കുന്ന ആഹാരം പിന്നെ പോകുന്നത്, വിസർജ്യമായി പോകുന്നത് അവൻ്റെ വിയർപ്പിലൂടെയാണ്. വിയർപ്പിനോ കസ്തൂരിയുടെ സുഗന്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അവിശ്വസിച്ച കാഫിറാവും. കാരണം ആര് പറഞ്ഞതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പം ചിലർ കരുതും, ഓ എവിടെ ചുമ്മാ വെറുതെ പറയാൻ, കസ്തൂരിയുടെ സുഗന്ധോ, കെട്ട നായത്തം കാരണം കെട്ടിയവനെ ഇന്നലെ 3 പ്രാവശ്യം കുളിക്കാൻ വേണ്ടി ലെക്സ് സോപ്പിട്ട് നമ്മളാ ഒരച്ചു കൊടുത്തത്. ഒത്തിട്ട് ഉസ്താദെ എങ്ങനെ മണം ഉണ്ടാവാനാ? കസ്തൂരിയുടെ സുഗന്ധം മൂപ്പറ ശരീരത്തിൽ നിന്ന് ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയരുത് നിങ്ങൾ. എന്തുകൊണ്ട്? ഈ ദുനിയാവിൽ അങ്ങനെ ഒരാൾ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊഴിയുമ്പോൾ കസ്തൂരിയായിരുന്നു എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ഹദീസാണ്, സഹീഹുൽ ബുഖാരി. ഞാനതാ പറഞ്ഞത്, പഠിക്കാൻ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ, കുറച്ചൊന്നുമല്ല. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് ഉമ്മു സലമ. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും, വിരിപ്പിൽ മേൽ നബി തങ്ങൾ കിടക്കും. നബി തങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ നബിയുടെ ശരീരത്തിൽ നല്ല വിയർപ്പായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ വിയർപ്പ് കണങ്ങൾ ആ തുണിയിലുണ്ട്. നബി തങ്ങൾ പോകുമ്പോൾ ഞാൻ ആ വിയർപ്പ് ഒരു കുപ്പിയിലേക്ക് പിഴിഞ്ഞൊഴിക്കും. കുട്ടികൾക്ക് രോഗം വരുമ്പോഴും മറ്റു കസ്തൂരിയുടെ ആവശ്യം വരുമ്പോഴും ഞാനത് പുരട്ടിക്കൊടുക്കും. കസ്തൂരിയേക്കാൾ സുഗന്ധമാണുള്ളത് എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. കസ്തൂരിയേക്കാൾ സുഗന്ധം ആർക്ക്? നബിക്ക്. നബി എഴുന്നേറ്റ് പോകുമ്പോൾ ആ വിയർപ്പ് ഞാനിങ്ങനെ എടുത്തിട്ട് തുണിയിലെടുത്തിട്ട് ഇങ്ങനെ പിഴിയും, കുപ്പിയിലാക്കി വെക്കും, ഒന്ന് സൂക്ഷിച്ച് വെക്കും. ഹദീസ് ഇങ്ങനെ തന്നെ ഉണ്ട്, സഹീഹുൽ ബുഖാരി. സമയമില്ല അതൊക്കെ ഓതി പറയാൻ, ഒരുപാടുണ്ട്. അപ്പോൾ ഈ ദുനിയാവിൽ തന്നെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം ശരീരത്തിൻ്റെ മണം കസ്തൂരിയേക്കാൾ സുഗന്ധം. ആരുടേത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ക്വാളിറ്റിയിലേക്ക്, അഥവാ നമ്മുടെ വിയർപ്പിൻ്റെ മണം കസ്തൂരിയേക്കാൾ എത്തണമെങ്കിൽ നമ്മൾ എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പം ആണെങ്കിൽ കെട്ട പാടായിരിക്കും. അള്ളാഹത്ത് പടച്ചവനെ എൻ്റെ പൊന്നു ആപ്പ എന്ന് പറയും. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇത് സുഗന്ധമായി മാറണമെങ്കിൽ സ്വർഗത്തിലെത്തണം. അപ്പോൾ സ്വർഗാവകാശികളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിസർജ്യങ്ങൾ അങ്ങനെയാണ് പോകുക, വിയർപ്പിലൂടെ. അത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് വീണ്ടും പറയുകയാണ്, സ്വർഗം ഒരു നിസ്സാര കാര്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ സ്വർഗത്തിൽ മനോഹരമായ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ചുകൊണ്ട് ജനങ്ങൾ നിലകൊള്ളുകയാണ്. ഏറ്റവും താഴത്തെ നിൽക്കുന്ന വ്യക്തിക്ക് തന്നെ ആയിരക്കണക്കിന് ഖാദിമീങ്ങളുണ്ടെന്നാണ്. സ്വർഗത്തിൽ ഓരോ പദവികളാണ്. ഏറ്റവും താഴത്തെ റൂമിൽ വസിക്കുന്നവന് തന്നെ 1000 ആളുകളാണ് അവന് ഖിദ്മത്തെടുക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? 1000 പേര് അവൻ്റെ ചുറ്റുവട്ടമുണ്ട്. അവനെ പിടിക്കുമ്പോൾ അവനെ കൊളാമ്പി എടുക്കാനും, ഒന്ന് തുപ്പാകുമ്പോൾ കൊളാമ്പി വെച്ച് കൊടുക്കാനും, എല്ലാ പരിപാടിക്കും 1000 പേര്. എല്ലാ കാര്യത്തിനും അവൻ്റെ കൂടെ ഇങ്ങനെ എന്ത് വേണം, എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന 1000 പേര് ഏറ്റവും താഴത്തെ തട്ടിൽ വസിക്കുന്നവർക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ മുകളിലോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ആ വിഷയത്തിലേക്ക് ഒരു ലാസ്റ്റ് കണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിർത്താൻ പോവാണ്, ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, ജനങ്ങൾ മുഴുവനും നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. സ്വർഗത്തിൽ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി നിലകൊള്ളുകയാണ്. കഴിക്കാനുണ്ട്, ഭുജിക്കാനുണ്ട്, വസ്ത്രം ഉടുക്കാനുണ്ട്. ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്ത സൗഭാഗ്യങ്ങൾ മുഴുവനും അങ്ങനെ ആടിത്തിമിർത്തുകൊണ്ട് കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അശരീരി മുഴക്കുകയാണ്, നിങ്ങൾക്കിതിനേക്കാൾ വല്ലതും വേണോ? ഹൽ തുരീദൂന അസിയദ മിൻ ഹാദാ, ഇതിനേക്കാൾ വലിയ ആസ്വാദനം വേണോ? ഖാലൂ, ഉടനെ ജനങ്ങൾ മുഴുവനും വിളിച്ചു പറയുകയാണ്, ഹാദാ അസിയദു യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇത് കൂടുതലാണ് റബ്ബേ, കൂടുതലാണ് അല്ലാഹ്. ഞങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇത് വല്ലാതെ കൂടിപ്പോയിരിക്കുന്നു റബ്ബേ, ഇതൊരു ചെറിയ കാര്യമല്ല അല്ലാഹ്. അലം തബിയല്ലാഹു ജോഹനാ, ഭൂമിയിൽ ഞങ്ങളെ കറുത്തവരായിരുന്ന കറുകറുത്ത മുഖങ്ങളെ വെളുപ്പിച്ച് വെളുവളാക്കിക്കൊണ്ട് പരിശുദ്ധമായ സ്വർഗത്തിന്റെ മഹനീയമാക്കപ്പെട്ട മേഖലയിൽ അധിവസിപ്പിച്ച പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്.
ഇനി ഇതിനേക്കാൾ കൂടുതൽ മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്വർഗത്തിൽ കഴിയുന്ന എല്ലാവരും ഒന്നടങ്കം പടച്ച റബ്ബിനോട് പറയുമ്പോ മുകളിലെ തട്ടിലുള്ളവരും താഴത്തെ തട്ടിലുള്ളപ്പടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഞങ്ങൾ ഭൂമിയിൽ നമസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും പാവങ്ങളെ സഹായിക്കുമ്പോഴും നിരാലംബര കബലമാകുമ്പോഴും വാദിന സദസ്സുകൾ മഴ നനഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോഴും ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല റബ്ബേ ഇത്ര വലിയ സന്തോഷമാണ് സ്വർഗമെന്ന്. ഞങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഇന്നുവരെ ചിന്തിക്കാത്ത, ഞങ്ങളുടെ കാതുകൊണ്ട് ഇന്നുവരെ കേൾക്കാത്ത, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്നുവരെ കാണാത്ത മനോഹരമായ സ്വർഗമാണ് അല്ലാഹ്. ഇത്തരത്തിലുള്ള ഒരു സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടുകയില്ല റബ്ബേ. വലിയ അനുഭൂതിയുണ്ട് അല്ലാഹ് എന്ന് പറയുമ്പോ ഫയുക്ഷഫുൽ ഹിജാബ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിലും സ്വർഗാവകാശികൾക്കിടയിലും അല്ലാഹുവിനും ഇടയിലുള്ള മറയങ്ങ് നീക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയാണ്. റസൂലുള്ള പറഞ്ഞില്ലയോ, ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ലൈലത്തുൽ ബദ്രി. പൂർണ്ണ ചന്ദ്രനെ ദർശിക്കുന്നത് പോലെ, 14 ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ അല്ലാഹുവിനെ നിങ്ങൾ കാണുന്ന ഒരു ദിവസം വരുമേ. ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങളെ സൃഷ്ടിച്ച യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനെ പടച്ച, സൗന്ദര്യ സ്വരൂപനായ മുത്തുനബിയെ പടച്ച, ഈ ലോകത്തുള്ള സർവ്വ അലങ്കാര വസ്തുക്കളെയും അലങ്കാര ജീവജാലങ്ങളെയും പടച്ച, ഹരിതാപമാകുന്ന ഭൂമികളെ പടച്ച, മനോഹരമാകുന്ന കടലിനെ പടച്ച, മനോഹരമാകുന്ന ആകാശത്തെ പടച്ച, നീ കണ്ടിട്ടുള്ള സിനിമാ നടന്മാരെയും നടിമാരെയും പുട്ടിയിട്ടുകൊണ്ട് നിന്റെ കണ്ണുകളെ പാടുപെടുന്ന എല്ലാ നടിമാരെയും നടന്മാരെയും സൃഷ്ടിച്ച, നീ ഇന്നവരെ കണ്ടിട്ടുള്ളതാകുന്ന സർവരെയും പടച്ചിട്ടുള്ള, നിന്റെ കണ്ണിൽ എന്തൊക്കെ ആനന്ദമായി കണ്ടിട്ടുണ്ടോ അതിനെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള പടച്ച റബ്ബ് എത്ര വലിയ സൗന്ദര്യവാനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സോദരാ? ഏറ്റവും വലിയ സൗന്ദര്യവാന് അല്ലാഹുവിന്റെ റസൂലാണ് സൃഷ്ടികളിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടാമായ പടച്ച റബ്ബ് എത്ര വലിയ സൗന്ദര്യവാനാണ്. മമ്മൂട്ടിയെ കാണാൻ, മോഹൻലാലിനെ ദർശിക്കാൻ, പൃഥ്വിരാജിനെ കാണാൻ, സിനിമാ നടിമാരെ കാണാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരെ, അവരൊക്കെ ഏതെങ്കിലും ജ്വല്ലറികൾ ഉദ്ഘാടിക്കാൻ വരുമ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് അതിന്റെ മുന്നിൽ വന്നുകൊണ്ട് നിലകൊള്ളുന്നവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, അല്ലാഹുവിന്റെ സൗന്ദര്യം എത്രയാണ്! സുബ്ഹാനല്ലാഹ്. ഫമൗതു ശൈആ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം, ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അന്നവരവർ കണ്ടിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും, ആ സ്വർഗത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും മറന്നു പോകുകയാണ്. എല്ലാ പടച്ച റബ്ബിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അതുവരെ കണ്ടിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും മറന്ന് അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാണണമെങ്കിൽ ഇവിടെ അള്ളാഹുവിനെ ആ രീതിയിൽ ദർശിക്കണമെങ്കിൽ ഈ കണ്ണുകൊണ്ട് ഈ ദുന്യാവിൽ നീ ഹറാമ് കാണരുത്. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ഈ ദുനിയാവിൽ നീ ഒരു സിനിമ നടന നടിയോ അവർ ചിത്രീകരിച്ച പടം ഒന്നും കാണാൻ നിൽക്കണ്ട. നിന്റെ കണ്ണു നീ സൂക്ഷിച്ചോ. ഖുർആനിലേക്ക് നോക്ക്, നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്ക്, പരിശുദ്ധ കഅബയിലേക്ക് നോക്ക്, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിലേക്കൊന്ന് നോക്ക്. ഇതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. പാവങ്ങളിലേക്ക് നോക്ക്. കഷ്ടപ്പാടുകളും യാതനകൾ അനുഭവിക്കുന്നവൻ്റെ ദുരിതവും പ്രയാസവും നീക്കാൻ നീ നിൻ്റെ സമയം ചെലവഴിക്ക്. ഹറാമായ മേഖലകളിലേക്ക് നിൻ്റെ കണ്ണുകളെ തിരിക്കാതെ അശ്ലീലമാകുന്ന സിനിമാ സന്ദേശങ്ങളും വാട്സാപ്പും ഫേസ്ബുക്കിലുമൊക്കെ അശ്ലീലത പ്രചരിപ്പിക്കുന്നതിനും ഫേസ്ബുക്കിലൊക്കെ അശ്ലീല കമൻ്റ് ഇട്ടുകൊണ്ട് മറ്റുള്ളവരെ താറടിക്കുന്നതും അപഹസിക്കുന്നതുമൊക്കെ നിർത്തിവെച്ച് നിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു മഹനീയ ജീവിതം നീ കാഴ്ചവെക്ക്. എന്തിന് നിന്റെ ഈ കണ്ണ് വിലപ്പെട്ടതാണ്. ഭാഗ്യം ചെന്ന 2 അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ്. കാരണം ഈ കണ്ണുകൊണ്ട് ആരെ കാണാനുള്ളതാണ്? അള്ളാഹുവിനെ കാണാനുള്ളതാണ്. അത് മനസ്സിലാക്കുക. നീ എന്താ മനസ്സിലാക്കിയത്?
ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹത്തുക്കളൊക്കെ കേരളക്കരയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സൂഫിയാക്കൾ, അള്ളാഹുവിന്റെ മഹത്തുക്കൾ, സ്വഹാബത്തെ കിറാം, പ്രവാചകന്മാർ, അവരൊക്കെ തന്നെ ഇബാദത്തെടുക്കുന്നത് മുഴുവനും സ്വർഗം കിട്ടാനല്ല. എന്തിനാ പിന്നെ? അള്ളാഹെ കാണാനാണ്. അള്ളാഹെ കാണാനാണ് അവരുടെ ലക്ഷ്യം. കാരണം എന്ത്? സ്വർഗം ഒരു സൃഷ്ടിയാണ്. ആരുടെ? അള്ളാഹുവിന്റെ. നീയും ഒരു സൃഷ്ടിയാണ്. ആരുടെ? അള്ളാഹുവിന്റെ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയല്ല ആഗ്രഹിക്കേണ്ടത്. നീയാകുന്ന സൃഷ്ടി സ്വർഗമാകുന്ന സൃഷ്ടിയല്ല ആഗ്രഹിക്കേണ്ടത്. നീയാകുന്ന സൃഷ്ടി സൃഷ്ടാവാകുന്ന അള്ളാഹുവിനെ കാണാനാണ് ആഗ്രഹിക്കേണ്ടത്. യഥാർത്ഥ ബുദ്ധിമാന്മാർ അവരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. മനസ്സിലായില്ലേ? സ്വർഗം ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നതിൽ എന്ത് യുക്തി? ചിന്തിക്കുന്നേ ഒരു കാര്യമില്ല. ഇതൊക്കെ സൃഷ്ടിച്ചതാകുന്ന പരിപാലകനാകുന്ന പടച്ചറബിനെ കാണണ്ടേ? അത് കാണാൻ വേണ്ടിയാണ് നിന്റെ കണ്ണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ഒരു അവയവം നിർത്താൻ ഭാഗ്യം ചെയ്ത രണ്ടാമത്തെ അവയവം ഏതാ? നാവ്. അത് പിന്നെ പറഞ്ഞാൽ മതിയോ? പോണ നിങ്ങൾക്ക് ധൃതിയാണ് ഇല്ല. അതുകൊണ്ട് ഒരൊറ്റ ആയത്തിൽ പറഞ്ഞേക്കാം. ഏതാണത്? ഒറ്റ ആയത്ത് സൂറത്തു സുമറിന്റെ അവസാനം. നിർത്താൻ. بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان الأبدي الأبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينسى أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة الألية من اندرجت النبيون تحت لوائه فهم منه وإليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من نفنيت برحمتك يا الله ويا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഏതെല്ലാ ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൻ്റെ അകത്തലങ്ങളിലുണ്ടോ സർവ്വ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഞങ്ങൾ മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് പടച്ച റബ്ബേ, നീ പരിപൂർണമായ ശിഫ നസീബാക്കണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്, നീ ശിഫ നസീബാക്കണേ അല്ലാ. അല്ലാഹു എത്രയോ സഹോദര സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ.
ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ, കാലവിപത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അല്ലാഹു അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹവും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ റബ്ബേ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നമസ്കാരമുള്ള മക്കളാക്കണേ റബ്ബേ. തെമ്മാടി റൗഡികളുമായ മോശപ്പെട്ട മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്, നീ സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. അത് നിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരുമാണ്, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളെ കൾച്ചർ സെന്റർ എന്തൊരു ഉദ്യമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ ഉദ്യമം നീ കബൂലാക്കണേ അല്ലാ. ആരെല്ലാം അതിൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ വെക്കുന്നവരുണ്ടോ അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. ഉള്ള കടങ്ങളിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. പ്രവാസികളായ സഹോദരങ്ങളുണ്ട്, ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. നാട്ടിലുള്ള സഹോദരന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂലിത്തൊഴിലാളികളുണ്ട്. പടച്ച റബ്ബേ, ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആകെയുള്ളത് നിന്നോട് പൊരുത്തമാണ്, നിന്റെ പൊരുത്തം ആഗ്രഹിക്കലാണ്. ആലിമീങ്ങളെ മുത്തഅല്ലിമീന്റെ ദീനിന്റെ ഹുലകാരെ ബഹുമാനിക്കലാണ്. അല്ലാഹുവേ, നീ അത് സ്വീകരിക്കണേ അല്ലാ. ദീനിനോടുള്ള ഞങ്ങളുടെ മഹബ്ബത്ത് നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുടെ സർവരുടെ പരിശ്രമങ്ങൾ നീ കബൂലാക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഇതിന്റെ സംഘാടക സമിതി അംഗങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു, ഇവരുടെ സദസ്സിലേക്ക് വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാരെയും ലൈവായി പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സർവോപരി പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളുണ്ട്, ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കൾ സർവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ. അല്ലാഹു മഅദനി ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രിയ അനുജൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. 20 വർഷമായി നീതി നിഷേധത്തിലാണ് പടച്ച റബ്ബേ. ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് നീ മോചനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. സർവോപരി ആത്മീയ വെളിച്ചം നൽകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം ഇതിലേക്ക് ഭാഗവാക്കായവരുണ്ട് അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. പ്രിയ സുഹൃത്ത് മുസ്തഫ ഹാദിയം എന്ന ഭക്ഷണം നൽകിയ മുഹമ്മദ് എന്ന സഹോദരനൊക്കെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രിയപ്പെട്ട ഉസ്താദമാര്, മഹലിന് ആത്മീയ നേതൃത്വം നൽകുന്ന ഉസ്താദമാര്, ഇവിടെ ആത്മീയ വെളിച്ചം നൽകിയ ബഹുവന്ദരായ സഫ്വാദങ്ങൾ, നാളെ ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന ഉഷാദ് ബാക്കി ഉസ്താദടക്കമുള്ള സർവരെയും നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുള്ള അള്ളാഹു സാധൂകരിച്ചേരട്ടെ. എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ദുആവസിയ്യത്തോടുകൂടി വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.